നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. ജ്യൂസ് കുടിക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. വ്യത്യസ്തങ്ങളായ ജ്യൂസ് പരീക്ഷിക്കാനും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ വ്യത്യസ്തമായൊരു ഹെൽത്തി ആയിട്ടൊരു ജ്യൂസാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അതുപോലെ തടി കുറയാനും സഹായിക്കുന്ന ഒരു കിടിലൻ ജ്യൂസാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടിട്ട് വരാം. ജ്യൂസ് ഉണ്ടാക്കുന്നതിന് എന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്ന് ഓരോന്നായി നോക്കാം. 2 ഓറഞ്ച് തൊലി കളഞ്ഞ് കഷ്ണങ്ങളായി എടുത്തിട്ടുണ്ട്. വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഓറഞ്ചിൽ. നല്ല പ്രതിരോധശേഷി ഉണ്ടാകുന്നതിന് ഓറഞ്ച് സഹായിക്കും. ചർമ്മത്തിനുണ്ടാകാനിടയുള്ള പ്രശ്നത്തിൽ നിന്നും സംരക്ഷണം നൽകുന്നതിന് പുറമെ കൊളസ്ട്രോൾ, BP, ഷുഗർ എന്നിവ നിയന്ത്രിക്കുന്നതിനും ഓറഞ്ച് നല്ലതാണ്. ഇനി വേണ്ടത് തൈരാണ്. പല്ലുകൾക്കും എല്ലുകൾക്കും ബലം ഉണ്ടാക്കാനായിട്ട് ഇത് സഹായിക്കും. ദഹനത്തെയും സഹായിക്കും. ഹൃദയത്തിനും നല്ലതാണ്. തടി കുറയാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ഇനി വേണ്ടത് ചെറുപഴമാണ്. ചെറുപഴം ഞാനിവിടെ അരിഞ്ഞാണ് വെച്ചിരിക്കുന്നത്. തടി കുറയാൻ സഹായിക്കുന്നതിന് പുറമെ നാഡികൾക്ക് ശക്തി നൽകുന്നതിനും ചെറുപഴം സഹായിക്കുന്നുണ്ട്. ടൈപ്പ് 2 ഡയബറ്റീസ് വരാതെ തടയാൻ വേണ്ടിയിട്ടും ചെറുപഴം നല്ലതാണ്. ഇനി വേണ്ടത് ബദാമാണ്. ഒരു 5 ബദാമാണ് എടുത്തിരിക്കുന്നത്. പോഷക ഗുണങ്ങൾ നിറഞ്ഞതാണിത്. ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും ഇത്. ഇനി വേണ്ടത് ഉണക്കമുന്തിരിയാണ്. എല്ലാ അവയവങ്ങളുടെയും എല്ലുകളുടെയും ആരോഗ്യത്തിന് ഉണക്കമുന്തിരി വളരെ നല്ലതാണ്. ഇതിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല രക്തം ഉണ്ടാകാനായിട്ടും ഇത് സഹായിക്കും. ഇനി വേണ്ടത് 1 ഗ്ലാസ് വെള്ളമാണ്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഓറഞ്ച് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. 2 ഓറഞ്ച് മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ചേർക്കാം. ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം. ബദാം, തൈരും ചേർത്ത് കൊടുക്കാം. എല്ലാ ചേരുവകളും ആയി കഴിഞ്ഞു. ഇനി തേൻ നമുക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനായി. ഇനി ഇതിലേക്ക് തേൻ ഒഴിച്ചു കൊടുക്കാം. തേൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് ജ്യൂസാക്കി എടുക്കാം. നമ്മുടെ ജ്യൂസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലിട്ട് മാറ്റാം. വളരെ എളുപ്പമാണ് ഈ ജ്യൂസ് ഉണ്ടാക്കാൻ. നമ്മുടെ പ്രതിരോധശേഷി ഉയർത്തുമെന്ന് മാത്രമല്ല തടി കുറയുന്നതിനും അതിന് പുറമെ നമ്മുടെ ചർമ്മത്തിൻ്റെ സൗന്ദര്യ സംരക്ഷണത്തിനൊക്കെ ആയിട്ട് ഈ ജ്യൂസ് വളരെ നല്ലതാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.